നമസ്കാരം തിരുവനന്തപുരം. തുടങ്ങാം. എല്ലാവർക്കും ജനം ടിവിയുടെ ഈ സംഗീത വിരുന്നിലേക്ക് സ്വാഗതം. അനന്തപേർ എല്ലാവരും വളരെയധികം ആവേശത്തിലാണ്. ആവേശം മാത്രമല്ല, ആകാംക്ഷ ഭരിതരായി ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും. എന്തായാലും നന്ദഗോവിന്ദം ഭജൻസ് ടീം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ തുടങ്ങാല്ലേ? യെസ് യെസ്. ജനം ടിവി മ്യൂസിക് ഇന്ത്യ സീസൺ 3 പ്രസൻസ് നന്ദഗോവിന്ദം ഭജൻസ് പവർഡ് ബൈ ആർക്കേവ് സ്റ്റഡി അബ്രോഡ്, സ്വയംവര സിൽക്സ്, നാട്ടുമേഖലയിൽ ദേവി ക്ഷേത്രം, കോ പവർഡ് ബൈ സുപ്ര പസഫിക് ഇൻ അസോസിയേഷൻ വിത്ത് ഓക്സിഡോ, നോർക്ക കിയ, ഹാപ്പി ജാം, ധനലക്ഷ്മി ബാങ്ക്, മലയോഗം മലയാളി മാട്രിമോണിയൽസ്, സമസ്ത നായർ സമാജം ആൻഡ് അവർ ഒഫീഷ്യൽ മെഡിക്കൽ പാർട്ണർ നിംസ് മെഡിസിറ്റി. പ്രിയപ്പെട്ടവരെ, ഈ നനുത്ത സായാഹ്നം സംഗീത സാന്ദ്രമാക്കാൻ എത്തിച്ചേർന്ന എല്ലാവരെയും ജനം ടിവിക്ക് വേണ്ടി സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ നിൽക്കുമ്പോൾ ആനന്ദതുന്തിലമാവുകയാണ് എൻ്റെ ഹൃദയം. ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി ജനം ടിവിയുടെ ഓഫീസിലേക്ക് ഫോൺ കോളുകളുടെ പ്രവാഹമായിരുന്നു. അവിടെ ആബാലവൃദ്ധം ജനങ്ങളാണ് ഓഫീസിലെത്തി പാസ് കളക്ട് ചെയ്തത്. സൗജന്യമായിട്ടാണ് പാസ് കേട്ടോ, ഒരു 10 പൈസ വാങ്ങിയിട്ടില്ല. അവിടെ യുവാക്കളടക്കം എത്തി. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നന്ദഗോവിന്ദം ഭജൻസ് ആണ്, വേടന്റെ ഗാനമേളയല്ല എന്ന്. പക്ഷേ പ്രതികരണം ഇതായിരുന്നു, നമ്മുടെ യുവത മാറുകയാണ്, മാറി ചിന്തിക്കുകയാണ്. അവരെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതിൽ നന്ദഗോവിന്ദം ഭജൻസിന് പ്രത്യേക പങ്കുണ്ട്. ആധ്യാത്മിക തലത്തിൽ ചിന്തിക്കുന്ന ഒരു യുവതയെ വാർത്തെടുക്കാൻ നന്ദഗോവിന്ദം ഭജൻസിന് സാധിച്ചു എന്നുള്ളതാണ്. എന്തുകൊണ്ട് നന്ദഗോവിന്ദം ഭജൻസിനെ ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചു? തിരുവനന്തപുരത്ത് ആദ്യമായിട്ടല്ല നന്ദഗോവിന്ദം ഭജൻസ് പെർഫോം ചെയ്യുന്നത്, 2ാം തവണയാണ്. നേരത്തെ ഇവിടെ ഒരു ഹോട്ടലിൽ ഒരു മുറിയിൽ പെർഫോം ചെയ്ത് പോയി. പക്ഷേ ഇപ്പോൾ ഇത് വലിയൊരു വേദി, വലിയൊരു പ്ലാറ്റ്ഫോമാണ് ജനം ടിവി ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആഗ്രഹം തിരുവനന്തപുരത്തെ ജനത ഒന്നടങ്കം ഇവിടെ നിശാഗന്ധിയിൽ എത്തി പരിപാടി ആസ്വദിക്കണം എന്നുള്ളതാണ്. എന്തായാലും ഒരിക്കൽ കൂടി ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, പലരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഹെൽപ്ലെസ്. ക്ഷമിക്കണം, പലർക്കും പരാതിയുണ്ട്, പലർക്കും പരിഭവമുണ്ട്. എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ദയവ് ചെയ്ത പുറത്തു നിന്നാണെങ്കിലും ഈ പരിപാടി നിങ്ങൾ ആസ്വദിക്കുക, ഞങ്ങളുമായി സഹകരിക്കുക. നന്ദഗോവിന്ദം ഭജൻസ് തീരുന്നത് വരെ നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കണം. ഇരിപ്പിടത്തിൽ നിന്ന് ആരും എഴുന്നേറ്റ് പോകരുത്. യെസ് അശ്വതി. എനിക്ക് തോന്നുന്നു നന്ദഗോവിന്ദം ഭജൻ പോലീസിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം, ജനം ടിവിയുടെ ഏറ്റവും വലിയ സമ്മാനം ഈ ജനക്കൂട്ടമാണ്. തീർച്ചയായും തീർച്ചയായും ഈ ജനതയാണ്. അപ്പൊ ഇനി നമുക്ക് ജനം ടിവിയെ പറ്റി പറയാം. ജനം ടിവി 10ാം പിറന്നാളിന്റെ നിറവിലാണ്. സാംസ്കാരിക ദേശീയതയും ദേശസ്നേഹവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മുഖമുദ്രയാക്കിയ ടിവിയാണ് ജനം ടിവി. മലയാള ദൃശ്യ മാധ്യമ രംഗത്ത് തീർത്തും വ്യത്യസ്തമായ വാർത്താ സംസ്കാരവുമായി അതിന്റെ ചൈത്രയാത്ര അങ്ങനെ തുടരുകയാണ്. പേര് അന്വർത്ഥമാക്കും വിധം ജനം നാടിന്റെ ശബ്ദമാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും ശബ്ദമാണ്, ജനതയുടെ ശബ്ദമാണ്. പല മാധ്യമങ്ങളും ഒതുക്കി വെക്കുന്ന പല വിഷയങ്ങളും ഞങ്ങൾ നെഞ്ചുറപ്പോടെ നിങ്ങളിലേക്ക് വിളിച്ചു പറയാറുണ്ട്. അതാണ് ഞങ്ങളുടെ മറ്റൊരു മുഖമുദ്ര. ഇനി കഴിഞ്ഞ 10 വർഷത്തോളം ഞങ്ങളുടെ പ്രയാണത്തോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും തോളോട് തോൾ ചേർന്ന് നിന്ന് ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണ അത് വളരെ വലുതാണ്.
അതിന് ഈ ഒരു അവസരത്തിൽ വളരെയധികം സ്നേഹം തോന്നുന്നു, സന്തോഷം തോന്നുന്നു. ഒപ്പം ഞങ്ങളുടെ ജനം ടീമിന്റെ ഹൃദയപൂർവമായ നന്ദി കൂടി അറിയിക്കുന്നു. അല്ലല്ലോ, ഇനി വാർത്ത മാത്രമല്ല, വാർത്താധിഷ്ഠിത പരിപാടികൾ അതിന്റെ അന്തസത്ത ഒട്ടും ചോരാതെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ജനം ടീം ജനപ്രിയ വിനോദ പരിപാടികളും ആസ്വാദകർക്ക് സമ്മാനിക്കുന്നതിൽ ബദ്ധശ്രദ്ധരാണ്. രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹി ഉൾപ്പെടെയുള്ള മെട്രോ നഗരങ്ങളെ കിടിലം കൊള്ളിച്ച ജനം മ്യൂസിക് ലൈവ് കൺസേർട്ടുകൾ ഇതിനോടകം തന്നെ നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. യെസ്, ജനം ടി വി മ്യൂസിക് ഇന്ത്യ സീസൺ 3 നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇതൊരു സംഗീത യാത്രയാണ്. ജനം ടി വി മ്യൂസിക് ഇന്ത്യ സീസൺ 1ഉം സീസൺ 2ഉം വളരെ വിജയപ്രദമായി നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ 2 സീസണുകളിലും നേരത്തെ അശ്വതി ചൂണ്ടിക്കാണിച്ചതുപോലെ രാജ്യതലസ്ഥാനം ഉൾപ്പെടെ മുംബൈ, ഡൽഹി, അഹമ്മദാബാദ്, ബാംഗ്ലൂരു, പിന്നെ തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് എല്ലാ വേദികളിലും ഞങ്ങൾ ഈ പരിപാടി അവതരിപ്പിച്ചു. നഗര കേന്ദ്രീകൃതമായിട്ടാണല്ലോ എപ്പോഴും പരിപാടികൾ, ഇത്തരം സംഗീത പരിപാടികളൊക്കെ നടത്തുന്നത്. പക്ഷെ നമ്മളതൊക്കെ വിട്ടുപിടിച്ച് നമ്മൾ ഗ്രാമങ്ങളിലേക്കും പോയി. കാരണം ഗ്രാമാന്തരങ്ങളിലും ഇതുപോലെ ആസ്വാദക ഹൃദയങ്ങളുണ്ട്. അവരും ഇത്തരം പ്രതിഭകളെ അടുത്ത് കാണാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അതുകൂടി മുഖവിലക്ക് എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഗ്രാമങ്ങളിലേക്കും സഞ്ചരിച്ചത്. എന്തായാലും ഈ സംഗീതയാത്ര തുടരുകയാണ്. ജനം ടി വി മ്യൂസിക് ഇന്ത്യ സീസൺ 3 2ാമത്തെ പരിപാടിയാണ് നന്ദഗോവിന്ദം ഭജൻസ്. ആദ്യ പരിപാടി ഓണാഘോഷത്തോടനുബന്ധിച്ച്, സർക്കാരിന്റെ ഓണാഘോഷത്തോടനുബന്ധിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നരേഷ് അയ്യരുടെ ഗാനസന്ധ്യയായിരുന്നു. അതിനുശേഷം നന്ദഗോവിന്ദം ഭജൻസ്. എന്തായാലും അധികം ഇനി നമ്മളിങ്ങനെ സംസാരിച്ച് ഇവരെ ബോറടിപ്പിക്കണം. നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം. അശ്വതി, പ്രധാനപ്പെട്ട അതിഥികളൊക്കെ വേദിയിലേക്ക് ക്ഷണിക്കും. നമുക്ക് ദീപം തെളിയിക്കണം, ദീപപ്രോജ്വലനം. യെസ് പ്ലീസ് സർ, പ്ലീസ് കം സർ, പ്ലീസ്. സ്വാഗതം ഡോക്ടർ ചെങ്കൽ രാജശേഖരൻ നായർ, MD ഓഫ് ജനം ടീം. അടുത്തതായി ചീഫ് മെന്റർ, ജനം ടി വിയുടെ ചീഫ് മെന്റർ, നമ്മളൊക്കെ ഇങ്ങനെ നയിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ജനം ടി വിയുടെ ഊർജമാണ് അദ്ദേഹം. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ജനതയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ശ്രീ എ ജയകുമാർ, ജേട്ട പ്ലീസ് കം ടു ദി സ്റ്റേജ്. അടുത്ത ആള് നമ്മുടെ പ്രധാനപ്പെട്ട ഒരാളാണ്. എക്സിക്യൂട്ടീവ് ചെയർമാൻ, ജനം ടിവിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ, ഇറ്റ്സ് നൺ അതർ ദാൻ ജി സുരേഷ് കുമാർ. സർ, സ്വാഗതം. യെസ് സുരേഷ്, പ്ലീസ് കം ടു ദി സ്റ്റേജ്. അടുത്തതായി ശ്രീ വിനോദ് വി നായർ, ജനം ടി വിയുടെ ചീഫ് ഫിനാൻസ് ഓഫീസറാണ്. കാശെല്ലാം വിനോദ് സാറിന്റെ കയ്യിലാണ് കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ ഹെഡ് കൂടിയാണ്. ശ്രീ വിനോദ് വി നായരെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സർ. ഇനി ഞങ്ങളുടെ ചീഫ് എഡിറ്ററാണ്. ഡെസ്കിലെ എല്ലാം ആണെങ്കിൽ സോൾട്ട് എന്നൊക്കെ പറയാം. അപ്പം അദ്ദേഹത്തെയാണ് ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. സ്വാഗതം പ്രദീപ് പിള്ളേ. യെസ്, 3 വിശിഷ്ടാതിഥികളെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുണ്ട്. ഡോക്ടർ ഭീമ ഗോവിന്ദൻ, അദ്ദേഹം ഇവിടെ ഉണ്ടോ? എത്തിയിട്ടുണ്ടോ? ഭീമ ഗോവിന്ദൻ, കേരള സർവകലാശാല വൈസ് ചാൻസലർ. ഡോക്ടർ മോഹനൻ കുന്നുമൽ. അടുത്തായി ധനലക്ഷ്മി ബാങ്ക് ചെയർമാൻ ശ്രീ കലഞ്ഞൂർ മധു. ഇല്ല, ഓക്കെ. അപ്പൊ എന്തായാലും ദീപപ്രോജ്വലനത്തിലേക്ക് നമുക്ക് കിടക്കാം. പ്രൊമോഷൻസ് മാനേജർ രാജേഷ് കുമാർ അവരുടെ ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. രാജേഷ് പ്ലീസ് കം. ഓക്കെ. ചലച്ചിത്ര സംവിധായകൻ ശ്രീ രാജീവ് അഞ്ചൻ, പ്ലീസ് കം ടു ദ സ്റ്റേജ്.
യെസ്, താങ്ക് യു ശ്രീ രാജശേഖരൻ നായർ, ശ്രീ ജി സുരേഷ് കുമാർ, ശ്രീ ജയകുമാർ, CFO ശ്രീ വിനോദ് വി നായർ. പ്ലീസ് സ്റ്റേ ബാക്ക്. ബാക്കിയുള്ള അതിഥികൾക്ക് ഇരിക്കാം. ക്ഷേത്രത്തിൽ നിങ്ങളൊക്കെ പോയിട്ടില്ലേ? ഇതിപ്പോൾ വൃശ്ചിക മാസത്തിൽ വലിയ ഉത്സവം നടക്കാൻ പോവുകയാണ്. കാട്ടിൽ മേഖലയിൽ ദേവീ ക്ഷേത്രത്തിൽ. ശ്രീ അനിൽ ജോയ്, പ്ലീസ്. നമ്മുടെ അതിഥികൾക്കൊക്കെ ഒന്ന് ഇങ്ങോട്ട് വരാം. ആദരവ് നൽകാൻ ജനം ടിവിയുടെ MD ഡോക്ടർ ചെങ്കലസ് രാജശേഖരൻ നായർ ക്ഷണിച്ചുകൊള്ളുന്നു. സർ. Thank you ശ്രീ അനിൽ ജോയ്. താങ്ക് യു വെരി മച്ച്. ഇനി ലെമൺ ട്രീ പ്രീമിയർ ഹോട്ടലിന്റെ MD രാജൻ JS അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ ഏറെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സർ. ശ്രീ രാജൻ. ലെമൺ ട്രീ ഹോട്ടൽ തിരുവനന്തപുരത്ത് തൈക്കാടാണ്. ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ. ഈ ലെമൺ ട്രീ ഹോട്ടലിന്റെ MD അദ്ദേഹം വിദേശത്തേക്കോ മറ്റോ പോകാനിരിക്കുകയായിരുന്നു. പക്ഷെ നന്ദഗോവിന്ദം ഭജൻസ് ബാൻഡ് വരുന്നുണ്ട് പറഞ്ഞത് ആ യാത്രയൊക്കെ മാറ്റിയിരിക്കുക. മാത്രമല്ല നന്ദഗോവിന്ദം ഭജൻസ് ടീം താമസിക്കുന്നത് ലെമൺ ട്രീ ഹോട്ടലിലാണ്. ശ്രീ യെസ് 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 കൈയടിക്കാം. കയ്യൊക്കൊന്ന് അനങ്ങട്ടെ. വൈകുന്നേരം ഒരു വ്യായാമല്ലേ. യെസ്, താങ്ക് യു ശ്രീ രാജൻ. അടുത്തതായി ഒരു ചെറിയ സന്തോഷമാണ്. ജനം ടിവിയുമായിട്ട് ചേർന്ന് മാലയുഗം മലയാളി മാട്രിമോണിയൽസ് ഒരു പദ്ധതിയുണ്ട്. അതിലേക്ക് പോവാം. യെസ്, അതിന്റെ ഒരു ഇനാഗുറേഷൻ കൂടിയാണ്. യെസ് പ്ലീസ്. ആദ്യം അതിനെപ്പറ്റി പറയാം. പറയാം. നിങ്ങൾ അക്ഷരങ്ങളിൽ കാത്തിരിക്കുകയാണെന്ന് അറിയാം. ഉടൻ തന്നെ നന്ദഗോവിന്ദം ഭജൻ നിങ്ങളിലേക്ക് എത്തും. അതിനു മുമ്പ് ഒരു ചെറിയൊരു സമയം ഞാൻ എടുക്കുകയാണ്. മാലയോഗവും ജനം ടിവിയും ചേർന്ന് മലയാളികൾക്കായി ഒരു സവിശേഷമായ ഒരു വിവാഹ സേവനം ഒരുക്കുകയാണ്. ഒരു വിവാഹ സമ്മാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കേരളത്തിൽ ആദ്യമായി കമ്പ്യൂട്ടർ വൈവാഹിക സേവനം എന്ന ആശയം അവതരിപ്പിച്ച മാലയോഗം മാട്രിമോണിയും മലയാളികളുടെ പ്രിയപ്പെട്ട ടെലിവിഷൻ ചാനലായ ജനം ടിവിയും ഒത്തുചേർന്ന് മലയാളികൾക്കായി ഒരു പുതുമയാർന്ന വൈവാഹിക സേവനം അവതരിപ്പിക്കുകയാണ്. ഏറ്റവും നൂതനമായ മൊബൈൽ സാങ്കേതിക വിദ്യയും ഒപ്പം 40 വർഷത്തെ മാട്രിമോണി രംഗത്തെ അനുഭവ സമ്പത്തും ഇതൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇന്നത്തെ തലമുറയ്ക്കും അവരുടെ മാതാപിതാക്കൾക്കും മറ്റ് കുടുംബാംഗങ്ങൾക്കും അനായാസം ഉപയോഗിക്കാവുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു മൊബൈൽ അധിഷ്ഠിത സേവനമാണ് ജനം ടിവി മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. വിവാഹങ്ങളെക്കാൾ കൂടുതൽ നമുക്കറിയാം ഇന്ന് വിവാഹമോചനങ്ങളൊക്കെ ഒരുപാട് കൂടുന്നുണ്ട്. കേരളത്തിൽ ഡിവോഴ്സ് റേറ്റ് 40%. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് അനുയോജ്യന്മാരായ വധൂവരന്മാരെയൊക്കെ കണ്ടെത്തണ്ടേ? വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഹരിരാജ് വൈഷ്ണവ് ഉണ്ണികൃഷ്ണൻ, ടീം മാനേജർ, ഹാർമോണിയം ആൻഡ് വോക്കൽ സപ്പോർട്ട് രാജേഷ് ജയൻ, വയലിൻ ജയകൃഷ്ണൻ, മൃദംഗം വിഷ്ണു വേണുഗോപാൽ തിരുവഞ്ചൂർ, ഡോൾക്കി അപ്പുകുട്ടൻ തിരുവഞ്ചൂർ, റിതം പാഡ് വിപിൻ വൈക്കം, കീബോർഡ് സിദ്ധാർത്ഥ് ശങ്കർ. എല്ലാവരും ആരും വിട്ടുപോയില്ലല്ലോ? ഇല്ല, ഓക്കെ. യെസ്, അപ്പോൾ അടുത്ത് കിട്ടിയിരിക്കുകയാണ്. നേരത്തെ അശ്വതി പറഞ്ഞതുപോലെ നമ്മുടെ സുപ്രഭാതങ്ങളെ ധന്യമാക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങളാണ്. ഈ മാജിക് എവിടെയായിരുന്നു? ഞാൻ മനസ്സിലാക്കുന്നത് 25 വർഷങ്ങൾക്ക് മുമ്പാണ് തുടങ്ങിയതല്ലേ? പണിക്കര് ചേട്ടൻ, അതെ,
പണിക്കരി ചേട്ടനോടൊപ്പം അന്ന് ഭജന പാടി ഒരാൾ കൂടി ഉണ്ട് അല്ലേ ഇവിടെ? യെസ്, ഹരിയേട്ടൻ. ഓക്കെ. അപ്പോൾ 2000 തുടങ്ങിയ ഒരു സംരംഭം ഇന്ന് ഇങ്ങനെ വളർന്ന് വിദേശത്ത് പോയോ? ചെയ്തു. ഓക്കെ. എനിക്ക് നവീനോട് ചോദിക്കാനുള്ളത്, എന്താണ് ഈ മാജിക്? എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ആരാധന മൊത്തം കയ്യിലെടുക്കാൻ സാധിക്കുന്നത്? മാജിക് ഇരിക്കുന്നില്ല. അല്ല, ഈ കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ ചോദിച്ചിരുന്നു എന്താണ് ഈ മാജിക്. അപ്പം ദൈവാധീനം അത് തന്നെയാണ് മാജിക്. അപ്പം അല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മൾ എത്രയോ അറിയപ്പെടുന്ന കലാകാരന്മാരുണ്ട്, പക്ഷെ ഇപ്പം ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഒരുമിച്ച് കൂടി അതിനകത്തുള്ള സുഹൃത്ത് ബന്ധം, ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം, ആ ഒരു സ്നേഹമായിരിക്കാം എല്ലാവരിലേക്കും പാസ് ചെയ്ത് നിങ്ങളിൽ എത്തുന്നത്. അപ്പം നമ്മളെല്ലാവരും ഒത്തുകൂടുന്നത് ആ ഒരു പോസിറ്റീവ് ഒരു അനുഭവത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി ഞങ്ങളിൽ പരസ്പരമുണ്ട്. അത് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നു, അത് ഞങ്ങൾക്ക് തിരിച്ചും തരും. അവർ തിരിച്ചു തരുമ്പോൾ ഞങ്ങൾ തിരിച്ചും കൊടുക്കുന്നു. അതിനെ സാധാരണ ഈ ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണല്ലോ ഈ ഭജന എന്ന് പറഞ്ഞാൽ ആരും അങ്ങോട്ട് പോവില്ല. അതേസമയം അവിടെ ഒരു ഗാനമേള ഉണ്ടെങ്കിൽ എല്ലാവരും പോകും അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ നിന്ന് നിങ്ങൾ ഇന്ന് ഇത്രയും ആളുകളെ നോക്ക്, പുറത്തും ഇതുപോലുള്ള ആൾക്കാരെ തടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ആളുകളെ നിങ്ങൾ ഈ വേദിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ വേദി എന്നല്ല, നിങ്ങൾ എവിടെയൊക്കെ ചെല്ലുന്നു അവിടെയൊക്കെ ആളുകൾ, സംഗീത ആസ്വാദകർ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇനിയിപ്പോൾ ഇതിൽ കൂടുതലായിട്ട് എന്തൊക്കെയാണ് പരീക്ഷണങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്? ചിലപ്പോൾ സീക്രട്ടായിരിക്കാം. കാരണം പലരും നിങ്ങളുടെ പാതയിലൂടെ സഞ്ചരിക്കാൻ ഇങ്ങനെ റെഡിയായി നിൽക്കുകയായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ട്രേഡ് സീക്രട്ട് ഉണ്ട് വെളിപ്പെടുത്തണ്ട? ട്രേഡ് സീക്രട്ട് ഒന്നുമില്ല. നമ്മൾ ശരിക്കും പറഞ്ഞ് പഴയ കാലത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. 13ാം സെഞ്ചുറിയിലും 12ാം സെഞ്ചുറിയിലും എഴുതിയ അഭംഗികൾ എപ്പോഴും പാടുന്നുണ്ട്. അന്ന് ആ പാട്ടുകൾ പാടിക്കൊണ്ടിരുന്ന ഒരു സ്റ്റേജിലും അമ്പലത്തിനുള്ളിൽ മാത്രമായിരുന്നില്ല. അത് ആൾക്കാരുടെ വീട്ടിൽ ചെന്നിട്ട് നാമഭിക്ഷ, നാമത്തെ കൊടുക്കുന്നു, നാമത്തെ വാങ്ങുന്നു, അങ്ങനെയായിരുന്നു. അപ്പം എല്ലാ വീടുകളിലും തെരുവുകളിലും പാടിപ്പാടി നടന്നിട്ടായിരുന്നു നാമസങ്കീർത്തനത്തിൻ്റെ അല്ലെങ്കിൽ മ്യൂസിക് ഇന്ത്യ, നമ്മളിപ്പോൾ പറയുന്ന മ്യൂസിക് ഇന്ത്യ അത്രയും വർഷങ്ങൾക്ക് മുന്നേ ഭാരതത്തിലുണ്ടായിരുന്ന ഒരു സംഗീതത്തിൻ്റെ കൾച്ചർ. ആ ഒരു കൾച്ചറിനെ എല്ലാവരും വീണ്ടും ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാവരും ഒരുമിച്ച് പാടണം, നാമസങ്കീർത്തനം ഒരുമിച്ച് പാടാനുള്ളതാണ്. അതൊരു അമ്പലത്തിനുള്ളിൽ മാത്രം നിൽക്കേണ്ട കാര്യമല്ല, അതെല്ലാവരിലും വേണം. അതിലൊരു ജാതി മത ഒരു ഭേദങ്ങളും വേണ്ട, ആവശ്യമില്ല. ഒറ്റ ചോദ്യം കൂടി. വിശ്വാസവും ഭക്തിയും വിചാരണ ചെയ്യപ്പെടുന്ന ഒരു വർത്തമാന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ? അവിടെയാണ് നന്ദഗോവിന്ദം അവതരിക്കുന്നത്, റിയൽ സേവിയറായിട്ട് അല്ലെ? നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുവാക്കൾ, യുവത എല്ലാം നിങ്ങളോടൊപ്പമാണ്. അപ്പോൾ ആധ്യാത്മികമായി ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുക കൂടി ചെയ്യല്ലേ അല്ലേ? അതുകൂടെ നിങ്ങളുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളിൽ ഒന്നല്ലേ? തീർച്ചയായിട്ടും ആധ്യാത്മികത, സ്പിരിച്വാലിറ്റി എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ നമ്മുടെ മനസ്സിനുള്ളിൽ വേണം. അപ്പം എല്ലാവരുടെയും ഭക്തി ഒരേപോലെ ആയിരിക്കത്തില്ലല്ലേ? അമ്പലത്തിൽ പോകുന്ന ആൾക്കാരുണ്ടാകാം, അമ്പലത്തിൽ പോകാത്ത ആൾക്കാരുണ്ടാകും. പക്ഷേ സ്പിരിച്വാലിറ്റി നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മളത് ആളിക്കത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കൊടുത്തുകൊണ്ടിരിക്കണം. അത് പാട്ടിലൂടെ ആകാം, പ്രാർത്ഥനയിലൂടെയാകാം, അങ്ങനെ പല രീതിയിലാകാം. അപ്പോൾ ഞങ്ങളിലൂടെയും അങ്ങനെ ഒരു മാറ്റം ഈ തലമുറയ്ക്ക് കാണുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു വാക്ക് അല്ലെ ഒന്ന് പാടിയാൽ മതി, ഒന്ന് തിരികെ കൊളുത്തിയാൽ മതി. പ്രധാനമാണ് സന്തോഷം. ഇത്രയും നിറഞ്ഞൊരു സദസ്സ് ഞങ്ങൾ വീണ്ടും തിരുവനന്തപുരത്ത് കിട്ടിയതിൽ. കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ ഒരു ഭജൻ കണക്ട് ട്രിവാൻഡ്രത്ത് നമ്മൾ നടത്തിയിരുന്നു. അപ്പം അന്ന് 200 പേരാണല്ലേ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മുമ്പ് 2000 അല്ല, എനിക്ക് തോന്നുന്നു ഇവിടെ ആദ്യം പറയുന്നതായിട്ട് 4000-ഓളം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഓക്കെ, അപ്പോൾ എന്തായാലും ഭക്തിഗാന സുധയിൽ നിങ്ങൾക്കും പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ആ സുധയിൽ ലയിച്ചുകൊണ്ട് നിങ്ങളും പാടുക. ഈ പരിപാടി വൻ വിജയമാക്കുക. അതിന് വേദി നന്ദഗോവിന്ദം ഭജൻസ് ടീമിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.